നമസ്കാരം. കോട്ടയത്ത് ഭാര്യയും ഭർത്താവും കിണറ്റിൽ ചാടിയ സംഭവത്തിൽ ട്വിസ്റ്റ്. ഭർത്താവും പെൺസുഹൃത്തും ചേർന്ന് തന്നെ കിണറ്റിൽ തള്ളിയിട്ടുവെന്നാണ് ഭാര്യയുടെ പരാതി. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭർത്താവിന്റെ മർദ്ദനമെന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നത്. സംഭവത്തിൽ ഭർത്താവിന്റെ പെൺസുഹൃത്തും പ്രതിയാകുമെന്നും പോലീസ് പറഞ്ഞു. വഴക്കിനിടെ ഭാര്യയെ മർദ്ദിച്ച ശേഷം ഭർത്താവും ഒപ്പമുണ്ടായിരുന്ന പെൺസുഹൃത്തും ചേർന്ന് തന്നെ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ഭർത്താവും കിണറ്റിൽ ചാടി വീണ്ടും മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഏറ്റുമാനൂർ പുന്നത്തുറയിലെ വാടക വീട്ടിലാണ് 37 വയസ്സുള്ള യുവാവും 35 വയസ്സുള്ള ഭാര്യയും താമസിച്ചിരുന്നത്. കിണറ്റിൽ നിന്നും നിലവിളി കേട്ട നാട്ടുകാരാണ് ഏറ്റുമാനൂർ പോലീസിനെയും അഗ്നിരക്ഷാസേനയും വിവരം അറിയിച്ചത്. തുടർന്ന് ഇവരെത്തി അതീവ ശ്രദ്ധാപൂർവ്വം കിണറ്റിൽ നിന്നും സുരക്ഷിതമായി ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു. ശേഷം ഭാര്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയ്ക്ക് കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഭർത്താവിനും ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇവർ തമ്മിൽ വർഷങ്ങളായി കുടുംബ പ്രശ്നത്തിലായിരുന്നു. ഭർത്താവ് മദ്യപിച്ച് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഭാര്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയതിന്റെ പകയിലാണ് ഈ ആക്രമണം ഭർത്താവ് നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയെന്നും പിന്നീട് വാർഡ് കൗൺസിലർ ഇടപെട്ട് തനിക്കും മക്കൾക്കുമായി വാടക വീട് എടുത്തു നൽകിയെന്നും യുവതി പറയുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് യുവാവ് വീണ്ടും കുടുംബത്തോടൊപ്പം താമസം തുടങ്ങിയെങ്കിലും പ്രശ്നങ്ങൾ തുടരുകയായിരുന്നു. തുടർന്നാണ് പെൺസുഹൃത്തിനെയും കൂട്ടിയെത്തി കിണറ്റിൽ തള്ളിയിട്ടതെന്നും യുവതി പറയുന്നു. ഭാര്യയുടെ മൊഴി ആധികാരികമായി രേഖപ്പെടുത്തിയതിനു ശേഷം ക്രിമിനൽ കേസ് എടുക്കുന്നത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനു ശേഷം പെൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു.